ആ ഒരു സംവിധാനം, ആ ഒരു ഉദ്ഘാടന പരിപാടി ഒരുക്കാനായിട്ട് ചുമതലപ്പെടുത്തിയ ആളുകൾ മന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം സ്വാഭാവികമായിട്ടും എല്ലാ ജനപ്രതിനിധികൾക്കും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് രീതികളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അതനുസരിച്ചുള്ള സംവിധാനം എടുക്കണം. കാരണം ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത കാലത്ത് ഞാൻ ഇതുപോലെ അനേകം പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ അവരുമായിട്ട് സാറിന് പ്രത്യേകം എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ചെയ്യണം എന്നുള്ള അവരുടെ ആശയങ്ങളും അവരുടെ അഭിപ്രായങ്ങളും സ്വരൂപിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ആ ആശയവിനിമയത്തിൽ എന്തോ കാര്യമായ പാകപ്പിഴ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അവിടെ കനകക്കുന്നിൽ വാഹനം കയറ്റാൻ അനുവദിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് ടൈൽസ് കേടാവുന്നുണ്ട്. ടൈൽസ് കേടാവേണ്ട സാഹചര്യം അവിടെ ഉണ്ട്. അതിനു മുമ്പ് തന്നെ അവിടെ പല പരിപാടികളും അവിടെ നടത്തിയിട്ടുള്ളതാണ്. KSRTCയുടെ തന്നെ ബസ്സുകൾ കയറിയ ടൈൽസിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു 1 ടണ്ണിൽ താഴെ ഭാരമുള്ള ഒരു ജീപ്പ് കയറി എന്ന് വെച്ചിട്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ മന്ത്രിയുടെ ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതായിരുന്നു. അപ്പോൾ മന്ത്രിയുടെ ആഗ്രഹപ്രകാരം, അല്ലെങ്കിൽ മന്ത്രി മന്ത്രിയാണല്ലോ അതിൻ്റെ തലവനായിട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന പൊതുജനങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ക്ഷേമ പ്രവർത്തനം ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഉണ്ടാവും.